ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് 2 തൊട്ട് നമ്മുടെ ഹീറോയിനെ നമ്മളിനി ജിയുൻ എന്നാണ് വിളിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഹീറോനെ നമ്മൾ യുൻഹോ എന്നാണ് കേട്ടോ വിളിക്കുക. ഫുൾ നെയിം ഇനി പറയില്ല. ഈ എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നമ്മുടെ യുൻഹോയും ബിയോളും കൂടിയിട്ട് ബിയോളിൻ്റെ ഡോക്ടർ അല്ലെങ്കിൽ ഒരു കൺസൾട്ടൻറ്റുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ബിയോൾ ഒന്ന് മെൻ്റലി സ്റ്റേബിൾ ആവാൻ വേണ്ടിയിട്ടാണ്, അതായത് ഡിപ്രഷനൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവനിപ്പോൾ ഒരു 1 ഇയർ ലീവ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഒരു കൺസൾട്ടിങ് ഏരിയ ഒക്കെ ഇവരുടെ സ്കൂളിൽ തന്നെയാണ് കേട്ടോ ഉള്ളത്. ഡോക്ടർ യുൻഹോനോട് എന്നിട്ട് പറയാണ്, ഇനി എന്തായാലും ബിയോളിനെ ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട ആവശ്യമില്ല, കംപ്ലീറ്റ് റിക്കവറി ആയി എന്നല്ല, പക്ഷേ ഇപ്പോൾ അവൾ മെൻ്റലി സ്റ്റേബിൾ ആണ്, ഇനി തെറാപ്പിയുടെ ആവശ്യമില്ല എന്ന് പറയാണ്. ഡോക്ടർ എന്നിട്ട് നമ്മുടെ ബിയൂളിൻ്റെ ഒരു ഫയൽ ഇവന് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ ഫയലിൽ നമ്മുടെ ബിയൂൾ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് തൊട്ട് ട്രീറ്റ്മെൻറ്റ് കഴിയുന്ന ആ ഒരു ടൈം വരെ വരച്ചിട്ടുള്ള എല്ലാ പിക്ചേഴ്സും ഉണ്ട്. ഈ ഓരോ പിക്ചേഴ്സും ഓരോ പെയിൻറ്റിങ്സിലും നമുക്ക് കാണാൻ പറ്റും അവൾ ഓരോ ദിവസം കഴിയും തോറും മെൻ്റലി ഇങ്ങനെ സ്റ്റേബിളായി വരുന്നത്. അതായത് ഈ ഫയലിൻ്റെ സ്റ്റാർട്ടിങ്ങിലൊക്കെയുള്ള പെയിൻറ്റിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റയ്ക്കിരിക്കുന്ന നമ്മുടെ ബിയോളിനെയും അങ്ങനെ വിഷമത്തിലിരിക്കുന്ന ബിയോളിനെയൊക്കെയാണ് കാണിക്കുന്നത്. പക്ഷേ ഈ ഒരു ഫയലിൻ്റെ ഒരു പകുതിയൊക്കെ ആയി തുടങ്ങുമ്പോഴേക്കും ഇവൾ ഭയങ്കര ഹാപ്പി ആയിട്ട് ഒരാളെയും കൂടെ ഇവളുടെ കൂടെ വരച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇവളുടെ അച്ഛനെ തന്നെയാണ് ഇവൾ കൂടെ വരയ്ക്കുന്നത്. ഈ ഫയലിൻ്റെ ലാസ്റ്റ് ആകുമ്പോഴേക്കും അവൾ ഭയങ്കര ഹാപ്പിയായി ചിരിച്ചുകൊണ്ട് ഒരുപാട് ഫ്ലവേഴ്സൊക്കെ കളർഫുൾ ആയിട്ടാണ് ഈ പെയിൻറ്റിങ്സ് ഒക്കെ വരച്ചിരിക്കുന്നത്. ഡോക്ടർ എന്നിട്ട് യുൻഹോളിനോട് പറയുകയാണ്, എന്തായാലും ഒരു വർഷം നിങ്ങൾ അവൾക്ക് വേണ്ടി മാറ്റി വെച്ചത് വളരെ നല്ലൊരു കാര്യമാണെന്ന് പറയാണ്. അങ്ങനെ നമ്മുടെ ബിയോളും യുൻഹോയും ചേർന്നിട്ട് ഡൊഡം ബുക്ക് സ്റ്റോറിലേക്ക് പോവുകയാണ്. ഈ ഡൊഡം ബുക്ക് സ്റ്റോർ നമ്മുടെ സിയോൻ്റെ ഹസ്ബൻഡിൻ്റെയാണ്. ഇവൻ്റെ പേര് സിയോക്ക് എന്നാണ്. നമ്മുടെ യുൻഹോയുടെ ബെസ്റ്റ് ഫ്രണ്ടാണ് ഈ സിയോക്ക്. അതുകൊണ്ട് തന്നെ ഇനിയൊട്ട് ബിയോളിന് തെറാപ്പി വേണ്ടാന്ന് പറയുമ്പോൾ ഇവൻ പറയാണ്, നമുക്കിതൊന്ന് സെലിബ്രേറ്റ് ചെയ്യണം, നമുക്ക് ഇഷ്ടമുള്ള ബുക്ക് പോയി എടുത്തോളാൻ പറയാണ്. എന്നിട്ട് സിയോക്കും യുൻഹോയും ചേർന്ന് സംസാരിക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് നമ്മുടെ ബിയോള് ഒരു കൂട്ടം ബുക്സ് എടുത്തുകൊണ്ട് വരുന്നത്. അവളോട് സെലിബ്രേറ്റ് ചെയ്യാൻ ഒരു ബുക്ക് എന്നല്ല പറഞ്ഞത്, അവളാണെങ്കിൽ ഒരുപാട് ബുക്ക് എടുത്ത് വരുമ്പോൾ വീഴുകയാണ് കേട്ടോ ബുക്സൊക്കെ കുറേ കയ്യിൽ നിന്ന്. സിയോക്കാണെങ്കിൽ പറയുന്നുണ്ട്, എന്നാൽ ആ ബുക്ക് ഫുള്ള് നീ എടുത്തോന്ന്. അപ്പോൾ നമ്മുടെ ബിയോളാണെങ്കിൽ സിയോക്കിനോട് പറയുന്നുണ്ട്, ഇതിൻ്റെ സെലിബ്രേഷൻ നമുക്ക് എൻ്റെ വീട്ടിൽ വെച്ച് നടത്താമെന്ന് പറയാണ്. അങ്ങനെ ദേ അന്ന് നൈറ്റ് ആയിട്ടോ. അപ്പോൾ നമ്മുടെ സിയോയും സിയോക്കും കൂടിയിട്ട് നമ്മുടെ ബിയോളിൻ്റെ വീട്ടിലേക്ക് ഡിന്നറിന് പോവുകയാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ ഈ ഒരു ബുക്ക് സ്റ്റോറിൽ ജിയോൺ കുറച്ച് നേരം വന്നിരുന്നിരുന്നു. അപ്പോൾ ഇവർ പറഞ്ഞിരുന്നു, ഞങ്ങൾ ഇന്നൊരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ ഡിന്നറിന് പോകുന്നുണ്ട്, നീയും വരുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവളില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത്. അപ്പോൾ ഈ യുൻഹോയുടെ വീട്ടിലേക്ക് പോകുന്ന കാര്യത്തെക്കുറിച്ചാണ് ഇവർ പറഞ്ഞത്. അങ്ങനെ ദേ ഇവർ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് സിയോക്ക് നമ്മുടെ യുൻഹോനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ഇവളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ബിയോളിന് 1 വയസ്സുള്ളപ്പോഴാണ് നമ്മുടെ യുൻഹോ ഡിവോഴ്സ് ആയത്. പിന്നെ അങ്ങോട്ട് ബിയോളിനെ നോക്കിയതും വളർത്തിയതും ഒക്കെ ഇവൻ ഒറ്റയ്ക്കായിരുന്നു. യുൻഹോ ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണ്, മാത്രമല്ല ഭയങ്കര ചീഫുൾ ആയിട്ടുള്ള നല്ല ജോളി ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയാണ്. അതുകൊണ്ടാണ് ഞാൻ ജിയുണ്ണയും കൂടി ഡിന്നറിന് കൂട്ടാമെന്ന് വിചാരിച്ചേ എന്ന് പറയാണ് കേട്ടോ അവൻ. അപ്പോൾ സിഒ പറയുന്നുണ്ട്, എന്തായാലും ഞങ്ങളുടെ കമ്പനിയിൽ ഇപ്പോൾ HR ഡിപ്പാർട്ട്മെൻറ്റിൽ ഓപ്പൺ ആയിട്ട് പൊസിഷൻ ഒന്നുമില്ല, മാത്രമല്ല അവൻ അഗെയിൻസ്റ്റ് ആയിട്ട് ഒരു ഡിസിപ്ലിനറി ടെർമിനേഷനാണ് വന്നിരിക്കുന്നത്. അവൻ അവിടെ നിന്ന് ഡിസ്മിസ് ചെയ്ത് വിട്ട ആ ജനറൽ മാനേജർ ആണെങ്കിൽ ഇവനെക്കുറിച്ച് ഒരുപാട് മോശമായ കാര്യങ്ങളൊക്കെ സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ സിയോയുടെ ഹസ്ബൻഡ് പറയുന്നുണ്ട്, പ്ലീസ് എങ്ങനെയെങ്കിലും നീ അവനെ ഒന്ന് ഹെൽപ്പ് ചെയ്യ് പ്ലീസ് എന്ന് പറഞ്ഞ് ബെഗ് ചെയ്യാണ് കേട്ടോ. സമയം നമ്മുടെ യുൻഹോ ആണെങ്കിൽ വീട്ടിൽ ഡിന്നറിന് വേണ്ടിയുള്ള കുക്കിങ്ങും പരിപാടികളൊക്കെ നടത്തുകയാണ് കേട്ടോ. ബിയോളാണെങ്കിൽ തൊട്ടടുത്ത് തന്നെ അവളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ നമ്മുടെ യുൻഹോനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മുടെ സിയോയും സിയോക്കും ഇവരുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ അവിടെ എത്തിയിട്ടോ. അപ്പോൾ അപ്പാർട്ട്മെൻറ്റിൻ്റെ ഡോറിൻ്റെ അവിടെ തന്നെ ഒരു നോട്ടീസൊക്കെ എഴുതി ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് നമ്മുടെ ബിയോൾ. ആ നോട്ടീസിലാണെങ്കിൽ ഈ ഡെലിവറി ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു എഴുത്താണ് കേട്ടോ. ഞങ്ങൾക്ക് വേണ്ടി ഇതൊക്കെ ഡെലിവറി ചെയ്ത് നിങ്ങൾക്ക് ഒരുപാട് നന്ദിയുണ്ട്, എൻജോയ് യുവർ സെൽഫ് എന്ന് പറയുകയാണ്. അതായത് അതിൻ്റെ തൊട്ടടിയിൽ ഒരു ചെറിയൊരു ബോക്സിൽ കുറച്ച് സ്നാക്സും ജ്യൂസൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ, ഈ ഡെലിവറി ചെയ്തിരുന്ന ആൾക്കാർക്ക് കുടിക്കാൻ വേണ്ടിയിട്ട്. ഇവർ രണ്ടുപേരും ഇതിൻ്റെ ടോപ്പിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ ഫുള്ള് ചെറി ബ്ലോസ് ആണ് കേട്ടോ. അപ്പോൾ ആ ഒരു സീനറിയൊക്കെ നോക്കി നിൽക്കുന്ന ടൈമിൽ നമ്മുടെ യുൻഹോ വന്ന് ഇവരെ അകത്തേക്ക് ഇൻവൈറ്റ് ചെയ്യാണ്. അങ്ങനെ 2 പേരും കൂടി അകത്തേക്ക് കയറുകയാണ് കേട്ടോ. അപ്പോഴാണ് നമ്മുടെ യുൻഹോനെ നമ്മുടെ സിഒ ആദ്യമായിട്ടാണ് ഇവിടെ മീറ്റ് ചെയ്യുന്നത്. നമ്മുടെ സിയോയുടെ ഹസ്ബൻഡും യുൻഹോയും ബെസ്റ്റ് ഫ്രണ്ട്സ് ആണെങ്കിലും ഇവൾക്ക് ഇതുവരെ നമ്മുടെ യുൻഹോനെ മീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുപോലെ തന്നെ ബിയോളിനെ മീറ്റ് ചെയ്തിട്ടില്ല. ഫസ്റ്റ് ടൈമായിട്ടാണ് ഇവർ 2 പേരും ഇവൾ മീറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ബിയോളിന് ചെറിയൊരു കേക്കൊക്കെ വാങ്ങി ഡൈനിങ് ടേബിളിലാണെങ്കിൽ നമ്മുടെ യുൻഹോ ഒരുപാട് ഫുഡ് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങളുടെ വീടും ഫുഡൊക്കെ അടിപൊളിയായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മുടെ സിയോ ഫുഡ് കഴിക്കാനിരിക്കുമ്പോഴേക്കും അവൾക്കൊരു കോൾ വരികയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ അവൾ ആ ഫോൺ കൊടുത്തിട്ട് കുറച്ച് മാറി നിൽക്കുകയാണ് സംസാരിക്കാൻ വേണ്ടിയിട്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ജിയുണിന് വേണ്ടിയുള്ള സെക്രട്ടറിനെ അന്വേഷിക്കുന്ന പരിപാടിയാട്ടോ നടക്കുന്നത്. അപ്പോൾ സിഒ പറയുന്നുണ്ട്, അത്യാവശ്യം HR എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള ഒരാളാണെങ്കിൽ ബെറ്റർ ആയിരിക്കും, മാത്രമല്ല നല്ല ഓർഗനൈസേഷൻ കപ്പാസിറ്റി ഉണ്ടാവണമെന്ന് പറയാണ് കേട്ടോ. ഒക്കെ സംസാരിച്ചുകൊണ്ട് സിഒ കയറി ചെല്ലുന്നത് നമ്മുടെ യുൻഹോയുടെ വാക്കിൻ ക്ലോസറ്റിലേക്കാണ് കേട്ടോ. അവിടെയാണെങ്കിൽ എല്ലാ ഐറ്റംസും ഫുള്ളായിട്ട് ഓർഗനൈസ് ചെയ്തിട്ടാട്ടോ വെച്ചിരിക്കുന്നത്. അവളിപ്പോൾ വീട്ടിൻ്റെ ബാക്കിയുള്ള ഏരിയ ഒക്കെ നോക്കുകയാണ് കേട്ടോ. നോക്കുമ്പോൾ നമ്മുടെ ബിയോള് വരയ്ക്കുന്ന സ്പേസിൽ മാത്രമേ ബിയോളിൻ്റെ കാര്യങ്ങളും പെയിൻറ്റിങ്സ് ഒക്കെ ഉള്ളൂ. ബാക്കി നമ്മുടെ യുൻഹു ചെയ്യുന്ന സ്ഥലങ്ങളൊക്കെ ഭയങ്കര ഓർഗനൈസ്ഡ് ആണ്, പക്ക ഓർഗനൈസ്ഡ് ആണ് കേട്ടോ അവൻ.
യുൻഹോ ആണെങ്കിൽ ഒരു മാസത്തേക്കുള്ള അവൻ്റെ കാര്യങ്ങളൊക്കെ ഷെഡ്യൂൾ ചെയ്ത് ഓർഗനൈസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇവളാണെങ്കിൽ നല്ല ഓർഗനൈസ് ചെയ്യുന്ന ഒരാളെയും കൂടിയാണ് അന്വേഷിച്ച് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് സിയോ ഫോണിൽ പറയുന്നുണ്ട് മിസ് കാങ് ക്രിയേറ്റ് ചെയ്യുന്ന എല്ലാ മെസ്സും കറക്റ്റായിട്ട് ക്ലീനൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരാൾ തന്നെ ആയിരിക്കണം എന്ന് പറയുകയാണ്. അപ്പോഴാണ് ബിയോള് കാല് തെറ്റി നിലത്ത് വീഴാൻ പോകുന്നത്. അവളുടെ അച്ഛനാണെങ്കിൽ പെട്ടെന്ന് തന്നെ അവളെ വീഴാതെ പിടിക്കുകയാണ്. കുറച്ച് ജ്യൂസ് നിലത്ത് പോകുന്നുണ്ടെങ്കിലും യുൻഹോ അത് പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്യണം കേട്ടോ. ഇവൻ്റെ ഈ ക്വാളിറ്റിയും എബിലിറ്റീസും ഒക്കെ കണ്ടിട്ട് സിയോ പെട്ടെന്ന് തന്നെ അവൻ്റെ CV എടുത്ത് നോക്കുകയാണ് കേട്ടോ. അങ്ങനെയാണ് നമ്മുടെ സിയോക്ക് ഇവനെ സെക്രട്ടറി ആക്കിയാലോ എന്നൊരു ഐഡിയ വരുന്നത്. കാണിക്കുന്നത് കഴിഞ്ഞ എപ്പിസോഡിന്റെ കണ്ടിന്യൂഷൻ ആണ്. നമ്മുടെ യുൻഹോ ഇവളുടെ അടുത്തേക്ക് വന്നിട്ട് ഇവളെ വിഷ് ചെയ്യാണ്, ഗുഡ് മോർണിംഗ് പറയാണ്. സിയോ എന്നിട്ട് യുൻഹോനെ നമ്മുടെ ജിയുന്റെ ഓഫീസിൽ കയറ്റിയിരുത്തുകയാണ് കേട്ടോ. അതിനുശേഷം നമ്മുടെ സിയോയുടെ ഓഫീസിൽ പോയിട്ട് ജിയുനും സിയോയും കൂടി സംസാരിക്കുകയാണ്. സിയോ ജിയുനോട് പറയുന്നുണ്ട് അവൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെക്രട്ടറി ആവാനുള്ള യോഗ്യതയേക്കാളും കൂടുതൽ യോഗ്യതയുണ്ട്, അവൻ ഓവർ ക്വാളിഫൈഡ് ആണ്. യുണ്ണാണെങ്കിൽ ഒരു രീതിയിലും ഇവനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. യുൺ എന്നിട്ട് സിയോനോട് പറയുന്നുണ്ട് ഇവൻ കാരണമാണ് മിസ്റ്റർ യാങ് നമ്മുടെ കയ്യിൽ നിന്ന് വഴുതി പോയത്. അപ്പോഴാണ് നമ്മുടെ സിയോക്ക് കാര്യം മനസ്സിലാവുന്നത്. എങ്കിലും സിയോ പറയാണ് അവൻ എന്തായാലും കോമ്പിറ്റന്റ് ആണെന്ന് മനസ്സിലായില്ലേ, നല്ല ഹാർഡ് വർക്കിംഗ് ആണ്, അതുകൊണ്ടല്ലേ നമുക്ക് അന്ന് മിസ്റ്റർ യാങ്ങിനെ കിട്ടാതിരുന്നതെന്ന് പറയാണ്. ഇനിയിപ്പോൾ നമ്മുടെ കമ്പനിയിലാണല്ലോ അവൻ എന്ന് പറയാണ്. നെക്സ്റ്റ് സീനിൽ കാണിക്കുന്നത് എങ്ങനെയാണ് നമ്മുടെ യുൻഹോനെ സിയോ കൺവിൻസ് ചെയ്തെടുത്തത്, അതായത് ജിയുന്റെ സെക്രട്ടറി ആവാൻ വേണ്ടി കൺവിൻസ് ചെയ്തത്. അവൾ പറയുന്നുണ്ട് നിനക്ക് ഒരുപാട് എക്സ്പീരിയൻസ് കിട്ടും, കുറച്ചുകൂടെ ബെറ്റർ പൊസിഷനിലേക്കൊക്കെ ഭാവിയിൽ പോകാൻ പറ്റുന്നൊക്കെ അവൾ പറയുന്നുണ്ടെങ്കിലും ഇവന് തീരെ താല്പര്യമില്ല കേട്ടോ ജിയുന്റെ സെക്രട്ടറി ആയിട്ട് ജോയിൻ ചെയ്യാൻ. അവൾ എന്നിട്ട് യുൻഹോനോട് പറയുന്നുണ്ട് നിനക്ക് ഒരുപാട് ടൈം നിന്റെ മകളുടെ കൂടെ സ്പെൻഡ് ചെയ്യാനൊക്കെ കിട്ടും. യുൻഹോ ഒരു രീതിയിലും സമ്മതിക്കില്ല എന്ന് മനസ്സിലാകുമ്പോൾ മകളെ സോപ്പിടാൻ പോവാണ് കേട്ടോ നമ്മുടെ ബിയോളിനെ. ബിയോളിനോട് സിയോ ചോദിക്കുന്നുണ്ട് അല്ല മോളെ നിന്റെ അച്ഛൻ നിന്റെ കൂടെ ഇരുന്ന് കഴിഞ്ഞാൽ നിനക്ക് ഭയങ്കര ഇഷ്ടമല്ലേ, കുറേ സമയം അച്ഛൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യാനൊക്കെ കിട്ടുമ്പോൾ എന്ന് ചോദിക്കുകയാണ്. ഇവിടെ ബിയോളാണെങ്കിൽ നല്ല സ്മാർട്ട് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയാട്ടോ. അവൾ പറയുന്നുണ്ട് എൻ്റെ അച്ഛൻ എൻ്റെ കൂടെ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമാണ്, അതുമാത്രമല്ല അതേപോലത്തെ കുറേ ഡോൾ ഹൗസ് എനിക്ക് അച്ഛൻ വാങ്ങി തരും വേണമെന്ന് പറയാണ്. അപ്പോൾ സിയോ തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ ഒരു ഡോൾ ഹൗസ് ഇരിക്കുന്നുണ്ട്. അത്യാവശ്യം ക്യാഷ് വേണം ഈ ഒരു ഐറ്റം വാങ്ങണമെങ്കിൽ. ബിയോൾ ഉദ്ദേശിച്ചത് അച്ഛന് കൂടുതൽ സാലറി വേണമെന്നാണ് കേട്ടോ. അപ്പോൾ ഇവൾക്കും മനസ്സിലാവുന്നുണ്ട് എന്താ ബിയോൾ ഉദ്ദേശിച്ചത്. അതുകൊണ്ട് തന്നെ ഇവള് പറയുകയാണ്, നമ്മുടെ സിയോ പറയുകയാണ് എന്തായാലും 50% സാലറി കൂട്ടിത്തരാമെന്ന് പറയുകയാണ് കേട്ടോ. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ബിയോള് യുൻഹോയ്ക്ക് ഒരു തംസപ്പ് കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെയാണ് ഈ ഒരു ജോബ് ഓഫർ നമ്മുടെ യുൻഹോ അക്സെപ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ ജിയോൺ സിയോ ആയിട്ടുള്ള സംസാരമൊക്കെ കഴിഞ്ഞ് തിരിച്ച് അവളുടെ ഓഫീസിൽ വരികയാണ് കേട്ടോ. അപ്പോഴും അവൻ അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ജിയൂൺ എന്നിട്ട് പറയുന്നുണ്ട് എനിക്ക് നിന്നെ ഹയർ ചെയ്യാൻ പറ്റില്ല എന്ന്. അപ്പോൾ യുൻഹോ പറയുന്നുണ്ട് ഞാൻ അന്ന് നിങ്ങളോട് ഒരുപാട് ദേഷ്യത്തിൽ സംസാരിച്ചു, അതിനെന്നോട് ക്ഷമിക്കണം, ഞാൻ യാങ്ങുമായിട്ട് സംസാരിച്ചു, അപ്പോൾ എല്ലാ കാര്യങ്ങളും യാങ്ങിനോട് പറഞ്ഞു, സോറി പറയാണ്. എനിക്കൊരു ചാൻസ് തന്നു കഴിഞ്ഞാൽ ഞാൻ എല്ലാം നല്ല ബെസ്റ്റായിട്ട് ചെയ്യാമെന്നും പറയുന്നുണ്ട് അവൻ. അപ്പോൾ ജിയൂൺ അവനോട് പറയാണ് നിനക്ക് ഇവിടെ വർക്ക് ചെയ്യണം, അതും എൻ്റെ സെക്രട്ടറി ആയിട്ട് വർക്ക് ചെയ്യണം. ഞങ്ങൾ എന്ത് ജോലിയാണ് ചെയ്യുന്നതെന്ന് നിനക്കറിയോ, ഞങ്ങൾ മറ്റുള്ള കമ്പനീസിലത്തെ കോറായിട്ടുള്ള ടാലൻറ്റ്, ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടാലൻറ്റിനെ മോഷ്ടിക്കും, സ്റ്റീൽ ചെയ്യും, എന്നിട്ട് വേറെ കമ്പനിയിലേക്ക് കൊടുക്കും. ഞങ്ങൾക്ക് മോറൽസ് ഇല്ല എന്നൊക്കെയല്ലേ നീ അന്ന് പറഞ്ഞേ, അപ്പോൾ നിനക്കിതൊന്നും കുഴപ്പമില്ല, ഇവിടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിനക്ക് മോറൽ ഉണ്ടാവില്ലല്ലോ എന്ന് പറയാണ്. അന്ന് മിസ്റ്റർ യാങ്ങിനെ കാണാതെ ആയപ്പോൾ ഇവൻ കുറച്ച് റൂഡായിട്ട് ഇവളോട് പറഞ്ഞു. അപ്പോൾ അതൊക്കെയാണ് ഇപ്പോഴും ഇവളുടെ മനസ്സിൽ ഇങ്ങനെ കിടക്കുന്നത്. ഇതും പറഞ്ഞിട്ട് നമ്മുടെ ജിയൂൺ ആണെങ്കിൽ അവളുടെ ബാഗ് കൊടുത്തിട്ട് ഡോർ ഓപ്പൺ ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡോറ് അകത്തേക്ക് വലിക്കുന്നതാണ്, പക്ഷേ ഇവളാണെങ്കിൽ ആദ്യം പോയിട്ട് പുറത്തേക്ക് തള്ളും. അപ്പോഴാണ് ഇത് അകത്തേക്ക് വലിക്കുന്ന ഡോറാന്ന് ഓർത്തിട്ട് വീണ്ടും അകത്തേക്ക് തുറക്കുന്നത്. ജിയൂണാണെങ്കിൽ പുറത്തേക്ക് ഇറങ്ങിയതിന് ശേഷം തിരിച്ച് അതേപോലെ തന്നെ ഇവളുടെ ഓഫീസിനകത്തേക്ക് കയറുകയാണ് കേട്ടോ. എന്നിട്ട് അവിടെ ഫുള്ള് എന്തോ നോക്കുകയാണ്. അപ്പോൾ ഇവനും മനസ്സിലായില്ല എന്താ നോക്കുന്നതെന്ന്, എങ്കിലും ഇവൾ നോക്കുന്നത് കൊണ്ട് തന്നെ ഇവനും അവിടെ ഇരുന്ന് നോക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് 2 ഹീൽസ് ഇരിക്കുന്നത് ഇവൻ ശ്രദ്ധിക്കുന്നത്. പെട്ടെന്ന് തന്നെ അതെടുത്ത് കൊടുക്കുകയാണ്. ഇതാണോ നിങ്ങൾ നോക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അവൾ പെട്ടെന്ന് തന്നെ അവളുടെ സ്ലിപ്പേഴ്സ് മാറ്റിയിട്ട് ഹീൽസ് ഇടുകയാണ് കേട്ടോ. എന്നിട്ട് അവൾ നേരെ പുറത്തേക്ക് പോവാണ് കേട്ടോ. ഇപ്രാവശ്യം നേരത്തെ ഉണ്ടായ പോലെ തന്നെ ഡോറിൻ്റെ അവിടെ സംഭവിക്കുന്നുണ്ട്. ജിയൂൺ പോയി കഴിയുമ്പോൾ സിയോ നമ്മുടെ യുൻഹോയുടെ അടുത്തേക്ക് വരികയാണ് കേട്ടോ. അപ്പോൾ യുൻഹോ ചോദിക്കുന്നുണ്ട് എന്നെ ഫയർ ചെയ്ത് ഓൾറെഡി എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അവൾ ഇല്ലില്ല ഫയറൊന്നും ചെയ്തിട്ടില്ല, അവളുടെ ക്യാരക്ടർ എനിക്കറിയാം, അവളൊന്നും പറഞ്ഞില്ലല്ലോ അതിന് നിന്നെ ഫയർ ചെയ്യുന്ന കാര്യത്തെക്കുറിച്ചെന്ന് പറയുകയാണ്. യുൻഹോ എന്നിട്ട് ചോദിക്കുന്നുണ്ട് ഇവളോട് അല്ല തലേദിവസം പറഞ്ഞ പോലത്തെ എല്ലാ കണ്ടീഷൻസും ഇപ്പോഴും ഇല്ലേ എന്ന് ചോദിക്കുകയാണ്. സിയോ ആണെങ്കിൽ ഹസ്ബൻഡിൻ്റെ പേരും പറഞ്ഞിട്ടാട്ടോ പ്രോമിസ് കൊടുക്കണേവന്. അങ്ങനെ നമ്മുടെ യുൻഹോ ഇവിടെ സെക്രട്ടറി ആയിട്ട് ജോയിൻ ചെയ്തിരിക്കുകയാണ്. അങ്ങനെ സിയോ ഇവിടെയുള്ള എല്ലാ സ്റ്റാഫിനും യുൻഹോനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് കേട്ടോ. എല്ലാവരും ഇവനെ വെൽക്കം ചെയ്യുന്നുണ്ട്, ഭയങ്കര ഹാപ്പി ആയിട്ടോ വെൽക്കം ചെയ്യുന്നത്. പലരും ഇവന് ഓരോ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. ഒരാൾ എനർജി പൗഡർ ആട്ടോ കൊടുക്കുന്നത്, ഇത് കഴിച്ചു കഴിഞ്ഞ് നിനക്ക് നല്ല എനർജി വരുന്നു പറഞ്ഞിട്ട്. വേറൊരു സ്റ്റാഫാണെങ്കിൽ ഇവനൊരു ബുക്കാണ് കേട്ടോ കൊടുക്കണേ. ബുക്കിൻ്റെ ടൈറ്റിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോസ് നമ്മളെ ഹേറ്റ് ചെയ്താലും നമ്മളെങ്ങനെ എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യും എന്നൊക്കെയുള്ള ഒരു ബുക്കാണ്. വേറെ ഒരു സ്റ്റാഫ് വന്നിട്ട് ഇവനോട് പറയുന്നുണ്ട് പറ്റുമെങ്കിൽ നീ പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് ഓടിപ്പൊക്കോ എന്നാട്ടോ പറയുന്നത്. അങ്ങനെ അവിടെയുള്ള എല്ലാ സ്റ്റാഫിനെയും നമ്മുടെ യുൻഹോ പരിചയപ്പെടുകയാണ് കേട്ടോ. എല്ലാവരുമായിട്ട് ഇവൻ നല്ല കമ്പനി ആവുകയാണ്. ജിയൂൺ ആണെങ്കിൽ ഇതേ സമയം ഒരു ആളെ മീറ്റ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ സെല്ലിംഗ് ഗ്രൂപ്പിൽ വർക്ക് ചെയ്യുന്ന ഒരു ലേഡിയാണിത്. ഈ ഒരു ലേഡീനെ സെല്ലിംഗ് ഗ്രൂപ്പിലേക്ക് മാറ്റിയതും നമ്മുടെ ജിയൂൺ ആണ് കേട്ടോ. ഈ ഒരു ലേഡിക്കാണെങ്കിൽ ആ ഒരു കാര്യത്തിൽ ഭയങ്കര സന്തോഷമുണ്ട്. ഇവളോട് വീണ്ടും താങ്ക്സ് പറയാണ്, അന്ന് നീ എന്നെ മാറ്റിയത് കൊണ്ട് ഇന്ന് എനിക്ക് നല്ലൊരു പൊസിഷനിൽ വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇവർ മീറ്റ് ചെയ്ത കാര്യമാണ് പറയുന്നത്.
കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവളുടെ സിഇഒ, അതായത് സെലിംഗ് ഗ്രൂപ്പിൻ്റെ സിഇഒക്ക് ഒരു വിഷൻ ഉണ്ട്, ഒരു ഡ്രീം ഉണ്ട്. സൗത്ത് കൊറിയയിൽ ഒരു ലാൻഡ്മാർക്ക് ബിൽഡ് ചെയ്യണം. ലാൻഡ്മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പാരീസിൽ ഈഫൽ ടവർ ഒക്കെ ഉള്ള പോലെ, ദുബായിൽ ബുർജ് ഖലീഫ ഉള്ള പോലെ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയൊരു ബിൽഡിംഗ് ആയിരിക്കണം അതെന്നാണ് ഇവളുടെ സിഇഒയുടെ ആഗ്രഹം. അതിനു വേണ്ടിയുള്ള ഗവൺമെന്റിന്റെ പെർമിഷനും കാര്യങ്ങളോ ഒക്കെ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇവർക്ക് ആവശ്യം ഈ ഒരു ലാൻഡ്മാർക്കിന്റെ കൺസ്ട്രക്ഷന്റെ പ്ലാനിങ്ങിന് വേണ്ടിയിട്ട് ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റിനെയാണ് വേണ്ടത്. അപ്പോൾ ആ ഒരു ജോലി നമ്മുടെ ജിയൂണിനാണ് ഇവർ കൊടുക്കുന്നത്. ഫസ്റ്റ് നമ്മുടെ ജിയൂൺ സെറ്റാക്കി കൊടുക്കേണ്ടത് ഈ പ്ലാനിങ് ഒക്കെ നന്നായിട്ട് ചെയ്യുന്ന ഒരാളെയാണ്. അതിനുശേഷം ഈ പ്ലാനിങ് ടീമിലേക്ക് വേണ്ട എല്ലാ മെമ്പേഴ്സിനെയും നമ്മുടെ ജിയൂൺ തന്നെയാണ് സെറ്റാക്കി കൊടുക്കേണ്ടത്. കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം ആ ലേഡി അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. നമ്മുടെ ജിയൂൺ ആണെങ്കിൽ വേറൊരാളെ വിളിച്ചിട്ട് ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ജിയൂൺ ഈ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ കേട്ടിട്ടാണ് നമ്മുടെ കരിയർ വേയുടെ സിഇഒ അങ്ങോട്ട് വരുന്നത് കേട്ടോ. ജിയൂണിന്റെ കോമ്പറ്റീറ്റർ ആണ് ഈ കരിയർ വേ എന്ന് പറയുന്ന ഈ ഒരു കമ്പനി. ഈ സിഇഒയുടെ നെയിം കിം ഹൈജിൻ എന്നാണ്. അപ്പോഴാണ് രണ്ടാളും അവരിട്ടിരിക്കുന്ന ഷൂ ശ്രദ്ധിക്കുന്നത് കേട്ടോ. രണ്ടും സെയിം ആണ്. അപ്പം നമ്മുടെ ജിയൂൺ പറയുന്നുണ്ട്, ഓ എനിക്ക് പുതിയൊരു ഷൂ വാങ്ങണം, ഹീൽസ് വാങ്ങണം എന്നൊക്കെ പറയാണ്. അപ്പോൾ ഹൈജിൻ പറയുന്നുണ്ട്, നിന്റെ ദേഷ്യമൊക്കെ ആ ഷൂവിനോട് തീർക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയാണ്. ഈ കരിയർ വേയുടെ സിഇഒ ആണെങ്കിൽ നമ്മുടെ ജിയൂണിനെ ചെറുതായി ഒന്ന് ചൊറിഞ്ഞതിന് ശേഷം അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാണ് കേട്ടോ. ഇത് നമ്മുടെ ജിയൂണിന്റെ ഈ ഒരു സ്ഥാപനം പീപ്പിൾസ് എന്ന് പറയുന്ന സ്ഥാപനത്തിന് ഇനി ഒരുപാട് ക്ലയൻസിനൊന്നും കിട്ടാൻ പോകുന്നില്ല, നിങ്ങൾ പെട്ടെന്ന് തന്നെ ഫോളോ ചെയ്യും എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് സീനിൽ കരിയർ വേയുടെ സിഇഒ ഹൈജിൻ ഒരു പുതിയ ഷൂസ് വാങ്ങാൻ വേണ്ടി വന്നിരിക്കുകയാണ്, ഹീൽസ് വാങ്ങാൻ വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് പഴയ ഹീൽസ് എന്താ ചെയ്യേണ്ടതെന്ന് അവിടുത്തെ സ്റ്റാഫ് ചോദിക്കുമ്പോൾ അത് കളഞ്ഞേക്കുക എന്നാണ് പറയുന്നത്. ഇവിടുന്ന് പോകുമ്പോൾ നമ്മുടെ ഹൈജിൻ്റെ സെക്രട്ടറിനോട് അവൾ പറയുന്നുണ്ട്, നമ്മൾ ഇപ്രാവശ്യം പുറകിലായിപ്പോയി, ഇനി ഒരിക്കലും ഇങ്ങനെ ഉണ്ടാവരുത്, ജിയൂണിനെ ഫോളോ ചെയ്യണം, അവൾ ആരെയൊക്കെയാണ് മീറ്റ് ചെയ്യുന്നതെന്ന് കറക്റ്റായിട്ട് അറിയണം, ഇനി അങ്ങോട്ട് ഇതുപോലെ ബാക്കിലേക്ക് ആവാൻ പറ്റില്ല എന്ന് പറയാണ്. നെക്സ്റ്റ് സീനിൽ നമ്മുടെ ജിയൂൺ അവളുടെ ഓഫീസിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ യുൻഹു ആണെങ്കിൽ എഴുന്നേറ്റ് നിന്ന് അവളെ വിഷ് ചെയ്യുന്നുണ്ട്, ഗ്രീറ്റ് ചെയ്യുന്നുണ്ട്. ജിയൂൺ ആണെങ്കിൽ തിരിച്ച് ഗ്രീറ്റ് ചെയ്യുകയോ മൈൻഡ് ചെയ്യുകയൊന്നും ചെയ്യുന്നില്ല കേട്ടോ. നേരെ അവളുടെ ഓഫീസിലേക്ക് കയറിയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സീനൊക്കെ നമ്മുടെ സിഇഒ അവളുടെ ഓഫീസിലിരുന്ന് കാണുന്നുണ്ടായിരുന്നു. സിഇഒ അപ്പോൾ ജിയൂണിൻ്റെ അടുത്ത് ഒന്ന് പറയുന്നുണ്ട്, ഒരാൾ ഗ്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് തിരിച്ച് അവരെ ഗ്രീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ അവരെ നോക്കി ചിരിക്കുകയെങ്കിലും ചെയ്യണം എന്ന് പറയുകയാണ്. അവൻ അവിടെ നിൽക്കുന്നത് നീ കണ്ടില്ലേ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവള് ആരെയെന്ന് ചോദിക്കുകയാണ്. എനിക്ക് പെട്ടെന്ന് ടെൻഷൻ ആവുകയാണ്. അല്ല നിനക്ക് മനസ്സിലായില്ലേ അവൻ ആരാന്ന്, നിനക്ക് അവൻ്റെ പേരൊന്നും അറിയില്ലേ എന്ന് ചോദിക്കുകയാണ്. ജിയൂൺ പറയുന്നുണ്ട്, വെയിറ്റ് ചെയ്യ് ഞാൻ ആലോചിക്കുകയാണെന്ന് പറയുകയാണ്. അപ്പോൾ സിഇഒ വീണ്ടും ചോദിക്കുകയാണ്, അല്ല നിനക്ക് എന്നെ അറിയില്ലേ, എൻ്റെ പേരെന്താണെന്ന് നിനക്ക് ഓർമ്മയിട്ടോ ചോദിക്കുമ്പോൾ അവൾ വീണ്ടും പറയുന്നുണ്ട്, ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുക, ഒരു മിനിറ്റ് ഇപ്പോൾ പറയാമെന്ന് പറയാണ് കേട്ടോ. എന്നിട്ട് ജിയൂൺ പറയാണ്, സിഇഒക്ക് തീരെ ഇഷ്ടമില്ലാത്ത ഒരാളെ തന്നെ സിഇഒയുടെ സെക്രട്ടറി ആക്കിയ സിഇഒയുടെ ബെസ്റ്റ് ഫ്രണ്ടാണ് നീ എന്ന് പറയാണ്. ഈ സീനിൽ നമ്മുടെ സിഇഒ യുൻഹോ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് കുറേ ഡോക്യുമെൻറ്റ്സ് അവന് കൊടുക്കുകയാണ്. ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം നമ്മുടെ ജിയൂണിൻ്റെ എല്ലാ ക്ലയൻസിനെയും കാൻഡിഡേറ്റ്സിനെയും മറക്കാതെ ഓർത്ത് വെക്കണം. അവൾ എപ്പോൾ ചോദിച്ചാലും അത് കറക്റ്റായിട്ട് അവൾക്ക് പറയണം, അതുപോലെ പഠിച്ചു വെക്കണം എന്ന് പറയാണ്. എല്ലാ കാര്യങ്ങളും ഭയങ്കര അറേഞ്ച്ഡ് ആയിരിക്കണം, ഒക്കെ കറക്റ്റ് ആയിരിക്കണം. മീറ്റിങ്ങിൻ്റെ ഷെഡ്യൂളൊന്നും ലേറ്റ് ആവാൻ പാടില്ല. കറക്റ്റ് അപ്പോയിൻമെൻറ്റിൻ്റെ ടൈം അവൾ അറിയിക്കണം. കാലത്ത് ന്യൂസ് പേപ്പർ നോക്കണം, 1 മണിയാകുമ്പോൾ വീണ്ടും ചെക്ക് ചെയ്യണം, അവളുടെ മീറ്റിങ്ങിൻ്റെ ഷെഡ്യൂൾസൊക്കെ പക്ക ആണോ എന്ന് നോക്കണം. ഒക്കെയാണ് ഇവൻ്റെ മെയിൻ ആയിട്ടുള്ള ജോലികൾ.